PSC കോഴ വിവാദത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിയോട് വിശദീകരണം തേടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ്. ആരോടും പണം വാങ്ങിയിട്ടില്ലെന്നും ആരോപണത്തിൽ ഗൂഢാലോചന ഉണ്ടോയെന്ന് പാർട്ടി അന്വേഷിക്കട്ടെയെന്നും പ്രമോദ് കോട്ടുളി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ പരാതിയെക്കുറിച്ച് പാർട്ടിക്ക് ഒരറിവുമില്ലെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ പ്രതികരണം. അല്ല ഉണ്ടെങ്കിലും പരിശോധിക്കട്ടെ, പാർട്ടി പരിശോധിക്കട്ടെ. ഞാൻ ഇപ്പോൾ എൻ്റെ വീട് ജപ്തി ചെയ്യുന്നതിൻ്റെ നടപടിയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ലേറ്റായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതാക്കിയത്. ഞാനിപ്പോൾ ബാങ്കിൽ ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2020 ലോണ് അടയ്ക്കാൻ പറ്റിയിട്ട് അത് ജപ്തി നടപടിയിൽ നിൽക്കുകയാണ്. ആ ജപ്തി നടപടിയിൽ നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇന്നലെയും 2 ദിവസമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ആരോടും അങ്ങനെ ഒരു പൈസ വാങ്ങുന്ന ആളല്ല. സാമ്പത്തിക ക്രമക്കേട് നടത്തിയൊരു ജീവചരിത്രം എനിക്കില്ല. ഒരാളോടൊരു അനാവശ്യമായിട്ടൊരു പണമോ മറ്റെന്തെങ്കിലും വാങ്ങി ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാനും ഇതിങ്ങനെ അത്രമാത്രം ഒരു PSC അംഗത്തിന് എന്താ പറയുക, അതല്ലേ അതിനെ മാത്രം വലിയൊരു നേതാവ് കൂടിയല്ലേ ഞാൻ. സാധാരണ ഒരു മനുഷ്യനാണ്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലാണ്ട് പിന്നെ നമ്മളൊരു മനുഷ്യനാണ് സാധാരണ. നമ്മളിങ്ങനെ വിഷമം ഉണ്ടാവില്ലേ? ഇത് എന്നോട് ചോദിച്ചിട്ടില്ല ഇതുവരെ. ചോദിക്കാത്തൊരു കാര്യത്തിന് വല്ല ഞാൻ എങ്ങനെ പറയാ? നിങ്ങൾ ഈ കോലാഹലം ഉണ്ടാക്കുന്ന പോലുള്ള സംബന്ധിച്ച ഒരറിവും ഞങ്ങൾക്കില്ല. എന്തോ PSC അംഗത്തെ നിയമിക്കാൻ പോകുന്നു. ആരും മാധ്യമങ്ങളും അതുപോലെ CPMൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയ എതിരാളികളും കൂടി എന്തോ ഒരു PSC അംഗത്തിൻ്റെ നിയമനം നടത്താൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. അത്തരം ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരറിവില്ല, എനിക്കൊരറിവില്ല, പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും ഒരറിവില്ല. അറിവില്ല എന്ന് പറഞ്ഞില്ലേ, ഒരറിവുമില്ല. പിന്നെ നിങ്ങൾ ഈ കോലാഹലം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഇതൊക്കെ അത്തരത്തിലുള്ള ഒരറിവുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ആര് ചോദിച്ചാലും അത് കൃത്യമായിട്ട് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകാറുണ്ട്. അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, എനിക്കും കഴിയില്ല, പാർട്ടി സഖാക്കൾക്കും കഴിയില്ല. കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് സിനോ തോമസ്. ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണോ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്? ഇന്ന് ടൗൺ ഏരിയ കമ്മിറ്റിയും അതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റും ഒക്കെ ചേർന്നപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല എന്നാണോ? ഈ പരാതി ആവിയായി പോവുകയാണോ സിനോജ്? സുജാ പാർവതി, ഗുഡ് ഈവനിങ്. അങ്ങനെ വേണം കരുതാൻ. കാരണം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ആരോപണവിധനായ പ്രമോദ് കോട്ടുളിയുടെ പ്രതികരണമാണ് കേട്ടത്. അവർ രണ്ടുപേരും ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമാണ് വന്നത്. ഇന്ന് കോഴിക്കോട് ജില്ലാ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് ജില്ലാ സെക്രട്ടറി P. മോഹനൻ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു പരാതി ഇല്ല, പരാതി ഉണ്ടായിരുന്നെങ്കിൽ ആ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞേനെ. ഇനി നിങ്ങളുടെ കയ്യിൽ പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി തരൂ എന്ന രീതിയിലും സെക്രട്ടറി ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇന്നലെ ഈ വിഷയം നിയമസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യം പരാതി തള്ളിപ്പറഞ്ഞിരുന്നില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഈ പരാതി തള്ളിപ്പറഞ്ഞിരുന്നില്ല. പക്ഷേ നേരം ഇരുണ്ട് വെളുത്തപ്പോഴത്തേക്കും CPM നിലപാടുമായി വന്നിരിക്കുന്നു. ഇങ്ങനെയൊരു പരാതിയില്ല, അത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് CPM നേതൃത്വം പറയുന്നു. അതിനുശേഷമാണ് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി, ഈ ഏരിയ കമ്മിറ്റിയുടെ പരിധിയിലാണ് പ്രമോദ് കോട്ടുളി ഉള്ളത്. ഇവിടെയാണ് ഈ വിവാദങ്ങൾ നടക്കുന്നത്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഏരിയ കമ്മിറ്റിയുടെ. അതിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രമോദ് കോട്ടുളി വന്ന സമയത്താണ് മാധ്യമങ്ങളോട് പ്രമോദ് നിലപാട് വ്യക്തമാക്കിയത്. പ്രമോദിന്റെ ബാധ്യതകളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം പറയുന്നു. വീടിന് വേണ്ടി വായ്പ എടുത്ത് അതിപ്പോൾ വീട് ജപ്തി ചെയ്യേണ്ട അവസ്ഥയിലാണ്. അതായത് ഇങ്ങനെയൊക്കെ തന്നെ പണം വാങ്ങിയിരുന്നെങ്കിൽ അങ്ങനെ ജപ്തി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ എന്നാണ് പ്രമോദ് കോട്ടുളി പറയുന്നത്. അദ്ദേഹം ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ ഇവിടെയുള്ള ടൗൺ ഏരിയ കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗങ്ങളൊക്കെ തന്നെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പാർട്ടി ഈ വിഷയം സജീവമായി ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം വലിയ രീതിയിൽ വിവാദമാവുകയും പ്രതിപക്ഷം ഏറ്റെടുക്കുകയും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇന്ന് രാവിലെ തന്നെ പോലീസിൽ പരാതി നൽകുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ പോലീസ് വിവരശേഖരണം, അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് ടീം വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. കാരണം കേരളമാകെ ചർച്ചയായ വിഷയമായതുകൊണ്ട് തന്നെ പോലീസ് പ്രാഥമികമായി വിവരം ശേഖരിച്ചിരുന്നു. പക്ഷേ ഈ പാർട്ടിക്ക് പരാതി കൊടുത്തവർ പോലീസിൽ പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അവർ മാധ്യമങ്ങൾക്ക് മുൻപിലും വരാൻ തയ്യാറായിട്ടില്ല. കാരണം പാർട്ടി അനുഭാവി കുടുംബമാണ്. അവർ പാർട്ടിക്ക് പരാതി നൽകുകയാണ് ചെയ്തത്. അങ്ങനെ ആ പരാതിക്കാർ പോലീസിൽ പരാതി നൽകാത്തതുകൊണ്ട് പോലീസിന് കേസെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അറിയേണ്ടത് യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുമോ, തുടർ അന്വേഷണം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്. ഏതായാലും പാർട്ടി പൂർണ്ണമായും ഈ ആരോപണങ്ങളെ തള്ളിക്കളയുന്നു. പക്ഷേ ഏതായാലും നമുക്കറിയാൻ കഴിയുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ പാർട്ടിക്ക് ഈ പരാതി കിട്ടിയിരുന്നു. പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു, അന്വേഷിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില ശബ്ദ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. യുവ MLA കുറിച്ചുള്ള സംഭാഷണങ്ങളൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പാർട്ടി നടപടിയെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. സുജയ, പ്രമോദ് കോട്ടുളിയോട് വിശദീകരണം തേടിയെന്ന് പറയുന്നു. അതേസമയം തന്നെയാണ് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ പ്രതികരണം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പരാതിയെക്കുറിച്ച് പാർട്ടിക്ക് ഒരറിവും ഇല്ല എന്നാണ് P. മോഹനൻ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയുടെ ഭാവി എന്താകും എന്നുള്ളതും നമുക്ക് കാത്തിരുന്നു കാണാം.